എല്ലാവർക്കും മെഡിക്കയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുത്ത് വരാറായില്ലേ? അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഓണത്തിനായിട്ടൊരു സ്പെഷ്യൽ പായസമായാലോ? പഞ്ചഫല അടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. ആപ്പിളും ക്യാരറ്റും 100 ഗ്രാം വീതം വേണം. മത്തങ്ങ, നല്ല പഴുത്ത പപ്പായ, നേന്ത്രപ്പഴം 200 ഗ്രാം വീതം എടുക്കാം. നേന്ത്രപ്പഴത്തിലെ ഉള്ളിലെ ആ ചെറിയ തരികളെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. അതിലേക്ക് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ നെയ്യിൽ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായി വഴന്ന് വരണം. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായി നെയ്യിൽ യോജിച്ച് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഫ്രൂട്ട്സ് ചെറിയ പീസാക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ശർക്കര മെൽറ്റ് ചെയ്തതാണ് ഞാൻ ഇതിൽ ചേർത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. നമ്മൾ കൈയെടുക്കാതെ എപ്പോഴും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എത്രത്തോളം സമയമെടുത്ത് നമ്മളിത് വരട്ടിയെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂടും. ഇതിനിടയിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ പായസത്തിൻ്റെ പേര് പറഞ്ഞത് പഞ്ചഫല അടപ്രഥമൻ എന്നാണ്. അപ്പോൾ നമുക്കിതിൽ അട ചേർക്കണ്ടേ? അപ്പോൾ നമുക്ക് അട വേവിച്ചെടുക്കാം. ഞാൻ ആദ്യം തന്നെ പായസം തയ്യാറാക്കുന്നതിന് മുൻപ് 2 തേങ്ങ ചിരകി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തു വെച്ചിരുന്നു. ഈ 3-ാം പാലിൽ നമുക്ക് അട വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ്. അട വേവിക്കുമ്പോൾ നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ അട നന്നായി സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ശർക്കര പാനിയിൽ നമ്മുടെ ഫ്രൂട്ട്സ് വിരകിയിട്ട് നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ അട വേവിച്ചെടുത്തത് 3-ാം പാലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 2-ാമതായിട്ട് അട ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അട ചെറുതായിട്ട് വെളുത്തിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്നായി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ കളറെല്ലാം മാറിക്കോളും. ഇനി ഇതിലേക്ക് ഏലക്കായയും നല്ല ജീരകവും ചുക്കും കൂടി ഒരുമിച്ച് ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട പായസമാണിത്. എന്നാലും നമ്മൾ അത്രയും സമയമെടുത്തതിൻ്റെ ഫലം നമുക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ഈ പായസം പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.